ഇതാണോ? അല്ല മാഡം. ഇതാണോ? ഇതോ? ആ അത് തന്നെയാ മാഡം. വാ തുറക്ക്. അങ്ങോട്ട്. എന്റെ ജീവന് വേണ്ടി മരുന്ന് തന്നതുപോലെ തോന്നില്ല, കൊല്ലാൻ വേണ്ടി തന്നതുപോലെ ഉണ്ട്. പിന്നല്ലാതെ ഞാൻ അല്ലെങ്കിൽ ഇവിടെ ടെൻഷനില്ല. അതിനിടയ്ക്ക് മാഡം 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 എന്ന് വിളിച്ച് തല തിന്നോണ്ടിരിക്കുന്നെ. അവര് പോയിട്ട് എത്ര നേരമായിന്നറിയോ? സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരാതെ പുറത്തെവിടേക്കെങ്കിലും പോയോ? എന്താ ചെയ്യുന്നെന്ന് അറിയാതെ ഞാനിവിടെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്കാ നിന്റെ ബഹളം. ഇതിപ്പോ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലെയല്ല, ഞാൻ നിനക്ക് ശമ്പളം തന്ന് നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലെയാ. മാഡം അവര് വന്നെന്നാ തോന്നേ. അവരെത്തിയല്ലോ, സമാധാനായി. എന്റെ അമ്മേ, കറക്റ്റ് ടൈമിന് അവര് വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കി അവര് വരുന്നതിന് മുമ്പ് എന്നെ കൊന്നേനെ. എന്താ ഡാഡി? നീ എൻട്രൻസ് എക്സാം എഴുതുന്നു, പാസ്സാവുന്നു, ഓർമ്മയുണ്ടല്ലോ? ഉള്ളി പാസ് മാർക്ക് മാത്രമല്ല, ഫുൾ മാർക്ക് വാങ്ങിച്ചാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡാഡി? എന്താന്ന് വെച്ചാ എനിക്ക് 90 മാർക്സിന് മേലേ വരത്തുള്ളൂ. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട 100 വരും. അതുകൊണ്ട് ഡാഡിക്ക് എന്താണ് കംഫർട്ട് അതെന്നോട് പറയും. മനസ്സിലായല്ലോ എങ്ങനെ പഠിപ്പിക്കണമെന്ന്. ഇവളെ പഠിപ്പിച്ച് പാസ്സാക്കാനുള്ള ഉത്തരവാദിത്വം താനാണ് ഏറ്റെടുത്തെന്നുള്ള കാര്യം മറക്കരുത്. മനസ്സിലായല്ലോ? പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും സർ, അല്ലേ അഞ്ജു? ഈ മകൾ ഇതെവിടെ പോയിരിക്കുകയാണ്? എല്ലാവരും തിരികെ വരികയും ചെയ്തല്ലോ. മകളെ മാത്രം കാണുന്നില്ല. ഈ വാഹനത്തിൽ വന്നില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ മകൾ എവിടെ പോയതായിരിക്കും? അയ്യോ, നമ്മുടെ മോതിരം! മകൾ നന്നായിരിക്കുന്നല്ലോ, അത് മതി നമുക്ക്. ആ പെണ്ണ് അവിടെ വെച്ച് മകളെ കണ്ടുപിടിക്കുമോ എന്നുള്ള സംശയത്തിലായിരുന്നു നാം. ഓൾമോസ്റ്റ് ഞാൻ പിടിക്കപ്പെടാൻ പോകുന്ന സിറ്റുവേഷൻ വരെ എത്തി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ ഗുപ്ത. നീ ഇതുപോലുള്ള സാഹസം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കുട്ടികൾ ഇന്ന് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോയതല്ലേ ഗുപ്ത, അതൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ വല്ലാത്ത വേദനയുണ്ടായത്. കുട്ടികളെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയതില് ഞാൻ സന്തോഷിക്കണോ, അതോ ഇത്ര അടുത്ത് നിന്നിട്ടും കുട്ടികളോട് സംസാരിക്കാൻ പറ്റാത്തതിൽ ദുഃഖിക്കണോ? എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലായിരുന്നു. മകളെ, നിന്റെ വേദനയും നമ്മുടെ വേദനയും മാറിക്കിട്ടാൻ ഒരു ഉപായമുണ്ട്. നീ നമ്മുടെ മോതിരം നമുക്ക് തന്നേക്കൂ. നാം യമലോകത്ത് പോയി അവിടെയുള്ള യമധർമ്മ രാജാവുമായി സംസാരിച്ച് നീ ഈ ലോകത്ത് വസിക്കാനുള്ള ഏർപ്പാടുകൾ നാം ഉണ്ടാക്കി തരാം. ഗുപ്തം കൊള്ളാലോ, ഭയങ്കര പ്ലാനിങ് ആണല്ലോ. നിങ്ങൾ എന്നെ സംശയിക്കുവാണോ? അയ്യോ, എല്ലാം എന്റെ വിധി. ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഗുപ്ത, എനിക്ക് ഹർട്ടായി. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാ. മകളെ, മകളെ, മകളെ! നാം ചോദിച്ചതൊന്നും മകളെന്താ മറ്റെന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായി. മകൾ അങ്ങോട്ട് വരികയുമില്ല, നമ്മെ അങ്ങോട്ട് പോകാൻ അനുവദിക്കുകയില്ല. നമ്മുടെ മോതിരം! കഴിഞ്ഞോ നിങ്ങളുടെ ഊര് ചുറ്റലൊക്കെ? ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്റെ മോളെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊരു ജോലി അന്വേഷിച്ചു പോയതാ. സമ്പാദിക്കുന്നു വലിയ കോടികള്, തരുന്നതേ നക്കാപ്പിച്ചയാ. ആ കാശ് ഞങ്ങൾ എന്തോ വെറുതെ എന്ന് തിന്നുന്നത് പോലെ ആ സംസാരം. പോയ കാര്യം എന്തായെന്ന് പറ. എന്തായാലും ജോലി കിട്ടി. ആഹാ, രാവിലെ തന്നെ ശുഭവാർത്തയാണല്ലോ ഞാൻ ഈ കേട്ടത്. എന്താ ചേച്ചി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? പോയി ചെന്ന് മധുരമുള്ള എന്തെങ്കിലും എടുത്ത് അളിയന് കൊടുക്ക്. എന്തിനടാ? ഇപ്പൊ തന്നെ ചുമ കൂടുതലാ.
ഇനിയും മധുരം കഴിച്ച് എന്തിനാ അത് വെറുതെ കൂട്ടുന്നത്? എന്താ അളിയ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ കല്യാണം കൂടാതെ അളിയൻ അങ്ങ് പോവാൻ പോവാണോ? എടാ ആദ്യം നിന്റെ വായ അടയ്ക്ക്. എന്തുദ്യോഗമാ കിട്ടിയത്? എവിടെയാ ജോലി? എത്രയാ ശമ്പളം? എന്തിനാ? എവിടെയാ കിട്ടിയതെന്ന് അറിഞ്ഞിട്ട് വേണം അവിടെയും വന്നെന്റെ ജീവൻ എടുക്കാനല്ലേ? വാച്ച്മാന്റെ ജോലിയാ. ശമ്പളം എത്രയാണെന്ന് കിട്ടിയതിന് ശേഷം പറയാം. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ മോൾ അറിയാൻ പാടില്ല. ഞങ്ങൾക്കും വേണ്ടത് അത് തന്നെയാ. എന്നാലല്ലേ രണ്ടുപേരുടെ ശമ്പളം കൊണ്ട് എനിക്കും ചേച്ചിക്കും സുഖമായിട്ടങ്ങ് ജീവിക്കാൻ പറ്റൂ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? പാർവതി അറിയാതെ എങ്ങനെ ഒളിപ്പിച്ചു വെക്കാനാകും? അയ്യോ, ഞാൻ ജോലിക്ക് പോകുന്നത് അവൾ അറിഞ്ഞാ എന്റെ മോള് നിങ്ങളെപ്പോലെ സന്തോഷിക്കില്ല. അവൾക്ക് വിഷമമാവും. അതുകൊണ്ടാണ് ഞാൻ പറയരുതെന്ന് പറഞ്ഞത്. ഒരു കാരണവശാലും എന്റെ മോളത് അറിയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇല്ലാത്തപ്പോ ഫോൺ ചെയ്താ ഞങ്ങൾ എന്താ പറയേണ്ടത്? നിനക്ക് കള്ളം പറയുക എന്നുള്ളതൊരു പുത്തരിയല്ലല്ലോ. എന്തെങ്കിലും അങ്ങ് പറഞ്ഞേക്കണം. അയ്യടാ, ജോലിയൊക്കെ കിട്ടിയ ഉടനെ നാവിന്റെ നീളം അങ്ങ് കൂടിയല്ലോ. നിങ്ങളുടെ മോള് തന്നെയാ. പറ മോളെ. ചെറിയമ്മേ, അച്ഛൻ വീട്ടിലില്ലേ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്ന് പറ ചെറിയമ്മേ, അച്ഛൻ വീട്ടിൽ തന്നെയല്ലേ ഉള്ളേ? ഉണ്ട് മോളെ, ദാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കൊടുക്കാം കേട്ടോ, സംസാരിക്കേ. എന്താ മോളെ? ഞാൻ വീട്ടിലുണ്ടല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ, വെറുതെ അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. രാവിലെ മുതൽ അച്ഛൻ വീട്ടിൽ തന്നെയാണോ? പറ അച്ഛാ, വീട്ടിൽ തന്നെ ആയിരുന്നോ അതോ പുറത്തെവിടെയെങ്കിലും പോയോ? ഇവളെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? പുറത്തു വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവോ? വീട്ടിൽ തന്നെ ഉണ്ട് മോളെ. എന്താ കാര്യം? ഒന്നുമില്ല അച്ഛാ, അച്ഛൻ എങ്ങോട്ടെങ്കിലും പോയോന്നുള്ള സംശയത്തിലാ വിളിച്ചേ. വീട്ടിൽ തന്നെ ഇരുന്ന് സമയത്തിന് ആഹാരം കഴിച്ച് ടാബ്ലറ്റ്സും കഴിക്കണം. വൈകുന്നേരം ഞാൻ കാണാൻ വരാം. എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ, അതോർത്ത് നീ വിഷമിക്കണ്ട. നീ സമയത്ത് ഭക്ഷണം കഴിക്കണം. വെക്കട്ടെ മോളെ? ശരി അച്ഛാ. അവൾ എന്താ പറഞ്ഞ്? നിങ്ങളുടെ മകൾക്ക് അത്ര സംശയമാണോ നിങ്ങളെ? അവൾക്ക് നിന്റെ സ്വഭാവമല്ല, സംശയം തോന്നിയിട്ടല്ല, സ്നേഹം കൊണ്ടാണ്. ഞാൻ പുറത്ത് ജോലിക്കെങ്ങാനും പോകുന്ന അവളുടെ പേടി. ആ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മേ, കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വരാം. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു പോയി. എന്താ ചേച്ചി, ജോലി കിട്ടിയോണ്ടേ അളിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സമ്പാദിക്കാൻ പോകുന്നതിന്റെ അഹങ്കാരമാ. എന്തായാലും കാശ് കൊണ്ടുവരുമല്ലോ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കുറച്ചങ്ങ് കണ്ണടച്ചേക്കാം. അളിയൻ സമ്പാദിക്കുന്ന കണ്ടിട്ട് ഇത്രയും നേരം നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാനും എന്തെങ്കിലും സമ്പാദിച്ചാലോ എന്ന് ആലോചിക്കാം ചേച്ചി. അതായത് പാർവതി ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ഞാനും ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. അപ്പൊ നീ അവളെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ലല്ലേ? അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെയും അവളുടെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ വേണം. എന്നാലേ ഞാൻ പറയുന്നൊക്കെ അവൾ കേൾക്കും. ശരി, എന്തെങ്കിലുമൊക്കെ ചെയ്. വായടച്ചു വെക്ക, അല്ലെങ്കിൽ വായിൽ ഈച്ച കയറിപ്പോവും. അഞ്ജു, അയ്യോ, എവിടെ ഒളിക്കുക? എന്റെ ചെല്ല കുട്ടി. പറയാ
അറിയാതെ തന്നെ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ വാക്ക് അവിടെ രക്ഷിക്കുന്ന അർത്ഥം. അയ്യോ, കണ്ടില്ലേ ചേച്ചി, രണ്ടുപേരും പെർഫോമൻസിൽ ഒരു കുറവും കാണിക്കുന്നില്ല. മഞ്ജുവിനെ പറ്റി മിസ്സമ്മയ്ക്കൊന്നും അറിയാത്തോണ്ടാടാ. എക്സാക്ട് 2 minutes കൊണ്ട് മിസ്സമ്മയ്ക്ക് മനസ്സിലായിക്കോളും. Just 5 seconds. 1, 2, 3, 4. No! Yes. അയ്യോ, ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ എന്റെ ബ്രെയിനും കൂടി ആ ലെറ്റേഴ്സ് പോയതുപോലെ തലതിരിഞ്ഞു പോയേനെ. എന്തു പറ്റി അഞ്ജലി മോളെ? പഠിച്ചല്ലോ. എപ്പോ? ഇത്രയും നേരം പഠിച്ചോണ്ടിരുന്നല്ലേ. നീ പഠിച്ചിട്ടേ ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് എന്തോ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഇത്രയും നേരായിട്ട് മോള് ജസ്റ്റ് ആ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചു നോക്കിയതേ ഉള്ളൂ. പഠിക്കാന്ന് പറഞ്ഞാ അത് വേറെ രീതിയാ. എന്ത് രീതി? സിലബസ് എല്ലാം ഒറ്റ ദിവസമായിരുന്നു പഠിച്ച് ബ്രെയിൻ അതെല്ലാം ഓർക്കുന്ന രീതിയിലാണെങ്കിൽ പ്രിൻസിപ്പൾ എന്നെ വാന്ന് പറയുന്നതിന് പകരം പോന്ന് പറയില്ലേ? അങ്ങനെ പറയില്ല അഞ്ജലി മോളെ. എന്റെ ചക്കര വാവയല്ലേ, സുന്ദരി വാവയല്ലേ. നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്നതൊക്കെ അഞ്ജലി മോക്ക. മോളെ വിശ്വസിച്ച് ചേച്ചി അവിടെ ചാലഞ്ച് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാണോ? എന്നെ വിശ്വസിച്ച് ചാലഞ്ച് ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? അയ്യോ, എന്റെ പേരിൽ എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ എന്തിനാ അത്രയ്ക്ക് കോൺഫിഡൻസ് ചെയ്യാൻ പോയെ? നോ, അയ്യോ, നോ അഞ്ജു, നോ. You can do this. I know you can do this. മോളോട് പോവാൻ പറഞ്ഞവരുടെ മുന്നിൽ തെളിയിച്ച് കാണിക്കണം. മോളാണ് എല്ലാരെക്കാളും ബെസ്റ്റ് എന്ന്. I know you can do this. ഞാനല്ലേ പറയുന്നേ, you can do this. Come on, you can do this. ബുക്സ് എടുക്ക് അഞ്ജു. ഓവർ ആക്ഷൻ നിർത്തുന്നുണ്ടോ? ഇതുപോലെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാ. മിസ്സമ്മ, ഇനി ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കണോ അതോ സംസാരിക്കണോ? അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. അഞ്ജലിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് വേസ്റ്റാ. നിങ്ങൾ സ്കൂൾ ചലഞ്ചിൽ ഉറപ്പായിട്ടും തോക്കും. നെക്സ്റ്റ് ഡാഡിയോട് ചെയ്ത ചലഞ്ചിലും തോറ്റുപോകും, അത് ഉറപ്പാ. മിസ്സമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുവാ. ഇവരെല്ലാരും എന്താ ഇങ്ങനെ പറയുന്നേ അഞ്ജലി മോളെ? കുറച്ചു ദിവസം കഴിയുമ്പോ എന്റെ ശരിക്കുള്ള ടാലന്റ് മനസ്സിലാവും. അപ്പൊ നിങ്ങളും അവരെ പോലെ തന്നെ പറഞ്ഞോളൂ. അഞ്ജു, അഞ്ജു, മോൾക്ക് ആരെ ഏറ്റവും ഇഷ്ടം? എന്റെ അമ്മ. എന്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടം.
മോളുടെ അമ്മയോട് അത്രയ്ക്കും ഇഷ്ടം. എന്നു വെച്ചാ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. കഴിക്ക് കഴിക്ക്. എന്റെ കൂടെ ഗെയിംസ് കളിക്കായിരുന്നു. ഞാൻ തെറ്റ് ചെയ്ത് ഡാഡി വഴക്ക് പറയുന്നതിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചിരുന്നേ. ഞാനാ സീറോയുടെ അടുത്ത് ഒരു 10 ആഡ് ചെയ്ത്. ഞാൻ പറയാതെ തന്നെ എനിക്കെല്ലാം അമ്മ ചെയ്തു തരും. എനിക്ക് എന്ത് പേടി തോന്നിയാലും അമ്മ മുറുക്കെ കെട്ടിപ്പിടിച്ച് ഒരു 10 മിനിറ്റ് നിന്നാ മതിയായിരുന്നു. എന്റെ പേടിയെല്ലാം പോവായിരുന്നു. അമ്മയുടെ മുഖം കാണുമ്പോഴേ ഞാനറിയാതെ തന്നെ എന്റെ മുഖത്ത് സ്മൈല് വരുമായിരുന്നു. എപ്പോഴും അമ്മയെ കുറിച്ച് സംസാരിക്കുമ്പോ എനിക്ക് എപ്പോഴും എന്റെ അമ്മയെ കാണാൻ തോന്നും. ഞാനൊന്നും കരയില്ല. ഞാൻ കരഞ്ഞ അമ്മ ചേച്ചിയും ചേട്ടന്മാരും കരയും. ഞാൻ കരയുന്നത് എന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ അമ്മ ഈ വേൾഡിലെ ബെസ്റ്റ് അമ്മയാ. അയ്യോ സോറി അഞ്ജു. അല്ല എന്നിട്ടെന്താ മോളുടെ അമ്മയുടെ ഫോട്ടോ ഒരെണ്ണം പോലെ റൂമിലില്ലല്ലോ? ഉണ്ടായിരുന്നു. മഹേശ്വരി ആന്റി ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അതെന്താ? അമ്മയുടെ ഫോട്ടോയെ കണ്ടോണ്ടിരുന്ന ആ വേദന ഒരു കാലത്ത് മാറൂലെന്ന് പറഞ്ഞോണ്ടാ. അങ്ങനെയൊന്നും ഇല്ല അഞ്ജു. അമ്മയുടെ ഫോട്ടോ നിങ്ങളുടെ കൺമുന്നിലുണ്ടെങ്കിൽ അമ്മയെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ വരും. മോൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. മോൾക്ക് വിഷമം വരുമ്പോഴൊക്കെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കാം. ഹാപ്പിനെസ്സിനെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ അല്ലേ? വാ, ഇവിടെ തന്നെ ഇരിക്കണേ. ഞാൻ മുത്തശ്ശനോട് ഫോട്ടോ ചോദിച്ചിട്ട് ഇപ്പൊ വരാം. അമ്മാവനോടോ? മിസ്സമ്മ, മിസ്സമ്മ, അയ്യോ മിസ്സമ്മ. യമധർമ്മരാജാവേ, എന്താ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ? നാം എങ്ങനെ ഇരുന്നതാ നമുക്ക് ഈ ഗതി വന്നല്ലോ. ഗുപ്ത, ഗുപ്ത, ഗുപ്ത. അയ്യോ, എന്തിനാണ് മകളെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഒരു സംഭവം നടക്കാൻ പോവാ. ശരി, എന്തായാലും അത് നടക്കുമല്ലോ. എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറ. അയ്യോ മിസ്റ്റർ ഗുപ്ത, എന്താ മകളെ നീ കാണിക്കുന്നത്? പാഠശാലയിൽ അവിടെ വെച്ച് ആ പെണ്ണ് നിന്നെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം വീണ്ടും മകൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അയ്യോ മിസ്സമ്മ ഫോട്ടോ ചോദിക്കാൻ പോയിരിക്കുക. അവൾ അവളുടെ ചിത്രം ചോദിക്കുന്നു. അതിൽ നിനക്കെന്ത് പ്രശ്നം ഉണ്ടാകുമെന്നാ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് മകളെ. അയ്യോ, അവള് ചോദിക്കുന്നത് എന്റെ ഫോട്ടോയാ വീട്ടിലെ ഹോളിനകത്ത് വെക്കാനായിട്ട്. വെച്ചിട്ട് പോകട്ടെ മകളെ, നിന്റെ ചിത്രമല്ലേ? എന്താ നിന്റെ ചിത്രമോ? യമാ, അതുകൊണ്ടാ നാം നമ്മുടെ മോതിരം തിരികെ തരാനായി നിന്നോട് യാചിച്ചുകൊണ്ടിരുന്നത്. എന്താ ഇത്? എന്തെങ്കിലും പറഞ്ഞ ഉടനെ മോതിരത്തിന്റെ കാര്യം പറയും. സീരിയസ് ആയിട്ട് പറയുമ്പോഴും തമാശ കളിക്കാണോ? നിനക്ക് തമാശ? ആരാണ് തമാശ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ തമാശ കാണിക്കുന്നത്? നീ എപ്പോഴാണ് എന്തെങ്കിലും ഒരു അവസരം തന്നത്? എന്തോ ഒരു സന്ദർഭത്തിൽ നമുക്ക് കിട്ടിയ ജോലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇപ്പൊ അതിനെ പറ്റി ഒന്നും സംസാരിക്കാനുള്ള സമയമല്ല. പിന്നെ മിസ്സും എന്റെ ഫോട്ടോ കാണുന്നത് എങ്ങനെയെങ്കിലും തടയണം. മകളെ, അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? യമാ, യമനോ?
ആ മോതിരം നഷ്ടപ്പെട്ടതിന് നാം ഇത്ര ശിക്ഷ അനുഭവിക്കണോ? എന്റെ ഭാവി കാലം എവിടെ അവസാനിക്കും പ്രഭു?